ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചോറിനും കഞ്ഞിക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല രുചിയുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ. ഇത് വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ, ഇത് വഴുതനങ്ങ വെച്ചിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ. വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് എഴുതാൻ മറക്കരുത്. ഈ ചമ്മന്തി ഉണ്ടാക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടത് വഴുതനങ്ങയാണ്. ഇതിൽ നിന്ന് 2 വഴുതനങ്ങ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 2 സവാള, 2 പച്ചമുളക്, 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, കുറച്ച് കറിവേപ്പില, 6 അല്ലി വെളുത്തുള്ളി, 5 വറ്റൽമുളക്, ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് വഴുതനങ്ങ നന്നായിട്ട് കഴുകി ഇതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മസാല പരുവത്തിലാക്കി എടുക്കാം. ഇപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് മസാല വഴുതനങ്ങയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. വഴുതനങ്ങ ഒട്ടും ഇഷ്ടമില്ലാത്തവർ ഈ ചമ്മന്തി ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് എഴുതാൻ മറക്കരുത്. ഇതിനു മുൻപ് ഞാൻ മാങ്ങ വെച്ചിട്ടൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അച്ചാറിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇനി ഒരു ചട്ടി വെച്ച് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടാവുമ്പോൾ വറ്റൽമുളക് ഇട്ടൊന്ന് വറുത്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഒന്ന് നെടുകെ കീറിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മുളക് അത്യാവശ്യം നല്ല എരിവുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ 5 എടുത്തത്. നിങ്ങളെടുക്കുന്ന മുളക് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളകിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാം. അതുപോലെ തന്നെ ചമ്മന്തിയൊക്കെ അത്യാവശ്യം നല്ല എരിവ് വേണമെന്നുള്ളവർക്കും മുളകിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മുളകെല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് വഴുതനങ്ങ ഇട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വഴുതനങ്ങ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള വഴുതനങ്ങയും അതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അതവിടെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് പച്ചമുളകും വറ്റൽമുളകും കൂടി ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു ഭാഗം ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ മുഴുവനായിട്ടും ഇവിടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്ക് ആ ചട്ടിയിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് സവാള നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ വഴുതനങ്ങയിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ സമയം ചേർത്ത് കൊടുക്കാം. ഉള്ളി ഇപ്പോൾ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം ഒന്ന് കുഴഞ്ഞ് വരട്ടെ. ഇത് ഫ്രൈ ആയിട്ട് വരണമെന്നൊന്നുമില്ല. നന്നായിട്ട് ഒരു കുഴഞ്ഞ് വരുന്നൊരു പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി പൊടിച്ചു വെച്ചിരിക്കുന്ന മുളകിലേക്ക് ഈ ഉള്ളിയും എടുത്തു വെച്ചിരിക്കുന്ന പുളി കുരുകളഞ്ഞതിന് ശേഷം അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് അടിച്ചതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഉള്ളിയും വഴുതനങ്ങയും എല്ലാം ഉപ്പും എരിവും പുളിയും എല്ലാം ഒരുപോലെ എല്ലായിടത്തും എത്തുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. വഴുതനങ്ങ വെച്ചിട്ട് കറിയും ഉപ്പേരിയും മെഴുക്ക് പുരട്ടിയും എല്ലാം തയ്യാറാക്കി നോക്കിയിട്ടുണ്ടല്ലോ. ഇതുവരെയും ഇതുപോലെ ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കിയാത്തവർ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നമ്മുടെ വഴുതനങ്ങ ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് എഴുതാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പികൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.